BTN. വലിയ സന്തോഷമുണ്ട്. ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ നിർമ്മിക്കുകയും സംവിധാനം ചെയ്ത ഭീഷ്മ എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിന് വേദി നിൽക്കാൻ സാധിച്ചതിൽ അതോടൊപ്പം ഞാൻ വർക്ക് ചെയ്ത എല്ലാവർക്കും അറിയാം, എനിക്കതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പല സിനിമകളിലൊന്നായ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് മൈ ബോസ്. ആ സിനിമ അത്രയും ഗംഭീരമാക്കിയത് ആ നിർമ്മാതാവിനും വലിയൊരു പങ്കുണ്ട്. കാരണം ആ സിനിമ ഒരുപാട് വേദികളിൽ എനിക്കൊന്ന് പല ഫങ്ഷൻസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പരസ്യം ചെയ്ത സിനിമകളിലൊന്നാണ് മൈ ബോസ്. അത് ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞ ബാനർ ഉണ്ടായ കാലം മുതൽ ശരിക്കും മാർക്കറ്റിംഗ് എങ്ങനെയാണ് എന്ന് നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കേണ്ട ഒരാളാണ് വിജയേട്ടന്റെ പ്രോഡക്റ്റ് എങ്ങനെയാണ് മാർക്കറ്റ് എന്ന് നല്ല വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരാളാണ്. അതുപോലെ കലയോട് ഒരുപാട് സ്നേഹമുള്ള, കലാവാസനയുള്ള, കവിതകൾ രചിക്കുന്ന, ഞാൻ പലപ്പോഴും അനുഭവത്തോടെ ഞാൻ ഇതിനു മുമ്പുള്ള വേദികളിലും വിജയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിജയേട്ടൻ എന്നും യൗവനത്തിൽ പ്രണയത്തിൽ മുങ്ങി നടക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമസ്കാരം. വിഷ്ണുനായകനാവുന്ന ഈ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്യാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമാണ് തന്നെ അറിയിക്കുന്നു. സോറി, വിഷ്ണു ഒന്നില്ലാതെ ഈ സിനിമയിൽ ഒരു ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ ഉള്ള സന്തോഷം. കാരണം നായകനാണല്ലോ മെയിൻ. പിന്നെ സംസാരിക്കാൻ നമ്മൾ ഫ്രണ്ട്സിലൊക്കെ സംസാരിച്ചോ മെയിൻ നായകനാണല്ലോ, ഒറ്റ ദിവസം മെയിനാണ് സംസാരിക്കുന്നത്. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോ നമ്മളൊക്കെ സ്കൂൾ കാലത്തൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാഷുണ്ടാവും. ഈ മാഷ് ആദ്യമൊക്കെ നമുക്ക് മാഷിനെ എടുത്തു പോകുമ്പോ ഒരു ടെൻഷൻ ആയിരിക്കും. കാരണം മാഷ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോ മാഷിനെ അടുക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ഇദ്ദേഹം ഏതാ അതെ മാഷിനെ കുറിച്ച്. അപ്പോ നമ്മള് അടുക്കുന്തോറും മാഷിന്റെ ഉള്ളിലുള്ള സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാഷ്. കാരണം ഒരു സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ ആ സ്കൂൾ കാലഘട്ടത്തിലുള്ള കുറെ ഇപ്പോഴും സ്കൂൾ സമയത്ത് നമ്മളെ വെച്ചാൽ പിള്ളേരൊക്കെ കളിച്ചു നടക്കും. കാരണം നമ്മള് ലിറ്ററലി കളിച്ചു നടക്കുകയായിരുന്നു. കളിയുടെ കാര്യത്തിൽ പറയുമ്പോൾ എനിക്കൊന്നും ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ മാഷ് നമ്മളെ വിളിച്ചുകൊണ്ട് വരും, ബാബാ പഠിക്ക് എന്ന് പറഞ്ഞിട്ട് മാഷ് നമുക്ക് പഠിപ്പിച്ച് ആ സമയം പിന്നെയും നമ്മൾ തിരിച്ചു പോയി കളിക്കും. മാഷ് നമ്മളെ വിളിച്ചോണ്ട് വരും. സത്യം പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ആ ഒരു സ്കൂൾ അല്ലെങ്കിൽ ആ കാലഘട്ടം ഓർമ്മ വന്നു ഈ ഒരു സെറ്റിൽ. കാരണം അത്രയധികം രസകരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു സെറ്റാണ് ഭീഷ്മന്റെ. അവസാനമായി മനസ്സറിഞ്ഞ് ചിരിച്ചതും ഈ സെറ്റിലാണ്. ആദ്യം തന്നെ ഞങ്ങളുടെ എല്ലാവരെയും പ്രിയപ്പെട്ട മാഷിന്, വിജയനങ്ങളിന് നന്ദി. ഈ സിനിമ അതിന്റെ ഭാഗമാണ് ഞങ്ങളെ ക്ഷണിച്ചത്. കാരണം സത്യം ഞങ്ങള് ഒരുമിച്ച് ഇത്രയും ആസ്വദിച്ചിട്ടൊരു സിനിമ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രമാത്രം രസങ്ങളുണ്ട്. കാരണം രസങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റാതെ ഞാൻ രഹസ്യമായി പറയാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ പുറത്ത് പറയാനില്ല. ഞങ്ങളുടെ വളരെതൈമകളെയും ഞങ്ങളെ ഇതൊക്കെ ക്ഷമിക്കുകയും കുറച്ചു പേര് ഞങ്ങളോടൊപ്പം തമാശ പറയുകയും നമ്മളെ ഒക്കെ അടുത്ത് നിർത്തി നമ്മളെ സ്നേഹിക്കുകയും ചെയ്ത ഞങ്ങളുടെ വിജയനങ്ങൾ. വിജയേട്ടന്റെ കൂടെ ഇതിനു മുമ്പ് കള്ളനും ഭഗവതി എന്ന് പറയുന്ന സിനിമ ആണ് ചെയ്തത്. അതിനുശേഷം വേറൊരു സിനിമ അദ്ദേഹം ചെയ്തു, അതിൽ ഞാൻ ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോ വീണ്ടും ഭീഷ്മ പോലെ സിനിമയിലേക്കാണ് പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചത്. അത് നേരത്തെ ഈ സത്യനന്ദിനിയുടെ ചിത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് അദ്ദേഹത്തിന്റെ ടീമിലുള്ള ആൾക്കാരുള്ള പോലെ നീയൊക്കെ സ്ഥിരമാണല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് എന്നോട് ചോദിച്ചത്.
അപ്പൊ ഈ ദുഷ്ടൻ വേറൊരു ചതിയും കൂടി ചെയ്തു. ഈ പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാനിടയ്ക്ക് വിജയേട്ടനെ വിളിച്ച് ചോദിക്കും, ചേട്ടാ സ്ക്രിപ്റ്റ് എന്തായി, കഴിയുമ്പോ ഒന്നും തരില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ പുള്ളി കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ പറഞ്ഞിങ്ങനെ പറയും. അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. പിന്നെ തുടങ്ങാൻ തൊട്ടുമ്പോ തന്നോട്ടാ ഞാൻ മൊത്തം വായിച്ചിട്ട് ഹാപ്പി. അപ്പൊ അത്ര ഡിലേ ആവാൻ കാര്യമുണ്ടെന്ന് പിന്നെ ഞാൻ പറഞ്ഞത്. ധ്യാനത്ത് കഥ പറഞ്ഞപ്പോ പുള്ളി ധ്യാനം സ്ക്രിപ്റ്റ് ചെയ്യാൻ അയക്കാന്ന് സാർ പറഞ്ഞപ്പോ അങ്ങനെ പറയുന്നു ഞാൻ ചെയ്തു. അങ്ങനെയല്ലേ നമ്മളെ പറ്റിച്ച് അതല്ലേ എനിക്ക് അതെ സത്യമാണ്. അതെ 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 അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച ഇവനാണോ സ്ക്രിപ്റ്റ് വായിക്കാത്ത ഞാനാണോ നന്നായി ചെയ്തത്? അഭിനയത്തിന്റെ കണ്ടില്ലേ? അത് പറയാറില്ലേ അപ്പൊ അങ്ങനെ പറഞ്ഞ പുള്ളി ഫസ്റ്റ് തന്നെ നീ അപ്പൊ സ്ഥിരമുള്ള ആർട്ടിസ്റ്റ് ആവാൻ നിൽക്കണ്ട, ഞാൻ ആൾക്കാർ അധികകാലം ഇങ്ങനെ നീ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നീ അധികകാലം ബോധമായിരിക്കണം. അല്ല അപ്പൊ പുള്ളി സ്ഥിരം വിജയേട്ടന്റെ പടത്തിന് ഒരാളാവാൻ വേണ്ടി ഞാൻ ആയിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയിൽ ഞാനില്ല. സിനിമകൾ പല കാരണങ്ങൾ കൊണ്ടും സിനിമകൾ നഷ്ടപ്പെടാറുണ്ട്. നമുക്ക് ഏത് സിനിമ നഷ്ടപ്പെടുമ്പോഴും സങ്കടം തോന്നാറുണ്ട്. പക്ഷെ ഇതൊരു സ്പെഷ്യൽ സങ്കടം. കാരണം 2-3 ദിവസം റോളായിരുന്നെങ്കിൽ പോലും ഏതോ ഒരു പടമായിട്ട് ക്ലാഷായിട്ട് എനിക്കിപ്പോ കളിക്കാൻ പറ്റിയില്ല. പകരം എനിക്ക് ആരോടും ചോദിച്ചാൽ കണ്ടാൽ ചിലപ്പോൾ എനിക്ക് ഇരിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല, ഇതിലൂടെ ഞാൻ അവസാനിക്കില്ല. കാരണം വിജയന്റെ പടം ഇഷ്ടപ്പെടുവാനുള്ള പ്രശ്നം, കാരണം വിജയൻ ഞാൻ 2 പടം അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പണ്ടുപോലെ ജസ്റ്റ് വിജയം അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ നിന്നു. എനിക്ക് തോന്നുന്നു എന്നാ പറയുന്നത്, ഒരു ഇത്രയും ഒരു സ്നേഹവും സുരക്ഷിതത്വവും സഹിഷ്ണുതയും ഒരു മനുഷ്യൻ നമുക്ക് ഭയങ്കര ഒരു ഇപ്പം മാഷിന്റെ എടുത്ത് നിൽക്കുന്ന പോലെ എത്രയോ കാലം മുമ്പ് ഈസ്റ്റ് കോസ്റ്റിന്റെ ഗാനങ്ങൾ, ഈസ്റ്റ് കോസ്റ്റിന്റെ ഷോസ് എന്നൊക്കെ പറയും നമ്മൾ കേട്ട ആ മനുഷ്യന്റെ കൂടെ അദ്ദേഹത്തിന്റെ ജീവിത എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹമായ അദ്ദേഹത്തിന്റെ ഇഷ്ടമായ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് നമ്മൾ അനുഭവിച്ചറിയും. എനിക്ക് വളരെയധികം വ്യക്തിപരമായിട്ട് നമ്മൾ സാധാരണ അഭിനയിക്കാത്ത പടത്തിന്റെ ഫംഗ്ഷനൊക്കെ പോകണം അവിടെ എന്ന് പറയും. പക്ഷെ വിജയേട്ടൻ എനിക്ക് വിളിച്ചില്ലേലും ഇങ്ങനെ ഏത് ഫംഗ്ഷൻ വിളിച്ചാലും നമ്മൾ വന്നു പോകും. കാരണം അതാണ് വിജയേട്ടൻ്റെ ബോണ്ടിങ്, ഒരു എന്നാ പറയുന്ന ഒരു സ്നേഹം. ഈസ്റ്റ് കോസ്റ്റിന്റെ ഒരുപാട് വേദികൾ, ഏറ്റവും നല്ല പ്രോഗ്രാമുകൾ കാണുമ്പോൾ സ്റ്റേജുകളിൽ ഒന്ന് കയറണമെന്ന് ഈസ്റ്റ് കോസ്റ്റിന്റെ വേദിയിൽ പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹമായിരുന്നു. പക്ഷേ അത് സിനിമയിലാണ് ഒരു ആഗ്രഹം. അതുപോലെ ഈ സിനിമയെ ഞങ്ങളൊരു കൂട്ടായ്മ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. ഞാനും വിഷ്ണു, അഖിലും, മുണ്ണി, വിനുവും ജിബിനൊക്കെ കൂടെ ഞങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ ഒരു കൂട്ടായ്മയിൽ ഏറ്റവും രസകരമായ മുഹൂർത്തങ്ങൾ സിനിമയിൽ ഉടനീളം ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടും ശരിക്കും ഫൺ മൊമെന്റിലുള്ള ഏറ്റവും രസകരമായ രീതിയിലുള്ള സിനിമ തന്നെയായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായ ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇനിയും പാട്ടുകൾ കേൾക്കാറുണ്ട്. വലിയ സന്തോഷം. താങ്ക് യു സാർ. 10-30 ദിവസം ഞാനും നമ്മളെല്ലാവരും ഒരു ടെൻഷനും ഇല്ലാതെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് നമ്മളെ ലൊക്കേഷനിലെ ക്യാരവാനാണ്. ഭയങ്കര എന്താണ്, ഒരിക്കലും മാറ്റാൻ പറ്റില്ല. കാരണം ധ്യാനക്കായിട്ട് അത്രയും കമ്പനിയായി രാവിലെ എല്ലാവരും സെറ്റി വന്നതായാലും ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ തന്നൊരു സിനിമയായിരുന്നു ഭീഷ്മർ. എല്ലാ പ്രിയപ്പെട്ടവരും തിയേറ്ററിൽ പോയി കാണണം. നല്ലൊരു എന്റർടൈനർ ആയിരിക്കും. താങ്ക് യു സോ മച്ച്. അത് നായകൻ ഉള്ളിൽ ആലോചിക്കുമ്പോൾ സംസാരിക്കും. നമസ്കാരം. സത്യം പറഞ്ഞാൽ എങ്ങനെയാണെന്നല്ല, ധ്യാൻ ചേട്ടനും വിഷ്ണുവിനാണ് മെയിൻ നായകന്മാര്. പിന്നെ ഈ കോസ്റ്റ്യൂം കിട്ടുന്നത് കൊള്ളാൻ കിട്ടുന്നതാണ് കോസ്റ്റ്യൂം ഇട്ട് വന്നേക്കണേ. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പറഞ്ഞ പോലെ ഈ സിനിമ ഭയങ്കര ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഫുൾ ടൈം ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരിക്കും. പിന്നെ വിജയേട്ടൻ ഞങ്ങളെ സ്വന്തം പിള്ളേരെ പോലെ ഭയങ്കരമായിട്ട് ഞങ്ങളെ ട്രെയിൻ ചെയ്തിരുന്നു എല്ലാ രീതിയിലും. അപ്പം കുറെ കാലത്തിന് ശേഷമാണ് ഇത്രയും ക്രൂവിന്റെ കൂടെ ഞാനൊരു പടം ചെയ്യുന്നത്. അപ്പൊ സെറ്റിലാണ് ഒരുപാട് പേരുണ്ട്, സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സോ ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊരു എന്റർടൈൻമെന്റ് സിനിമയായിരിക്കും. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ധ്യാൻ ചേട്ടന്റെ ഒരു കിട്ടൻ പെർഫോമൻസ് ഈ പടത്തിലുണ്ട്. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഉണ്ട് എനിക്കറിയാം.
അപ്പൊ താങ്ക് യു സോ മച്ച്. പടം എല്ലാവരും കാണണം. മാർച്ച് 20 അല്ലേ? മാർച്ച് 20 റിലീസ്. എല്ലാവരും കാണണം. താങ്ക് യു. കഴിഞ്ഞ ചിത്തിരി എന്ന് പറയുന്ന സിനിമ ചെയ്തിരുന്നു. ഇപ്പൊ ഇതിലും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ വളരെ രസകരമായിട്ട് പോയ ദിവസങ്ങൾ അല്ലെ, നല്ല രസകരമായിട്ട് തീർന്നൊരു സിനിമയാണ്. തിയേറ്ററിൽ എനിക്ക് സിനിമയിലെ പോലെ നമുക്ക് ഈ മേക്കിംഗ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും അത് റിലീസ് ചെയ്താൽ നല്ല ഹിറ്റാവാൻ സാധ്യതയുണ്ട്. അമ്മാതിരി പരിപാടികളോടെ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു വിജയവും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഭീഷ്മർ എന്ന സിനിമയുടെ ഓഡിയോയിൽ വെച്ച് ഇവിടെ നിൽക്കാൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ല രസമുള്ള സെറ്റിലും പ്രത്യേകിച്ച് എല്ലാ ദിവസവും ധ്യാൻ ശ്രീനിവാസൻ എല്ലാവർക്കും ബിരിയാണിയൊക്കെ മേടിച്ചു തരുന്നു, കുറെ ഫുഡ് മേടിച്ചു തന്നു. അങ്ങനെ ഇന്ന ചീട്ടുകളി പരിപാടിയൊക്കെ ഫുൾ നൈറ്റ് ഷൂട്ടായിരുന്നു. ഷൂട്ടിങ്ങിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഷൂട്ട് അതുകൊണ്ട് അടിപൊളി പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പൊ എന്തായാലും പിന്നെ എന്റെ സംഭവം എന്ന് വെച്ചാൽ എന്റെ ഫസ്റ്റ് ഡേയില് എന്റെ തലക്കടിക്കുന്ന ഒരു സീനാണ് എന്റെ തുടങ്ങാൻ ഞാൻ ഡ്രസ് കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിരുന്നത്. അപ്പൊ 3 ദിവസം കഴിഞ്ഞിട്ടാണ് തലക്കടിച്ചത്. അപ്പൊ 3 ദിവസവും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം വിഷ്ണു കൊണ്ട് പേടിപ്പിക്കും, കാരണം നിന്റെ തലക്കടി ശരിയായില്ലെങ്കിൽ സാധനം നല്ല പിരിച്ചു കൊടുക്കും. അപ്പൊ എല്ലാ ദിവസവും ടെൻഷനായിരുന്നു. ഭാഗ്യത്തിന് തലക്കടി നല്ല രീതിയിൽ എത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പിന്നെ കുറെ അഭിനയിച്ച് പിന്നെ എനിക്ക് പറയാനുള്ള വേറെ കാര്യം വെച്ചാല് ഈ സിനിമ ഡബൊക്കെ ചെയ്ത് കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ വരുമ്പോ എന്നെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഈ സിനിമയിൽ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പാട്ട് പാടും, ഒരു പാട്ട് പാടണം. വേറെ ആളുകൊണ്ട് പാടി അത് ശരിയായില്ലെന്നല്ല അലമ്പാക്കി പാടാനുള്ള ആളെ വേണം. അപ്പൊ ഈ പാട്ട് ഒന്ന് അലമ്പാക്കി തരുമെന്ന് പറഞ്ഞു. ഇത് കള്ളു കുടിച്ചിട്ട് പാടുന്ന പാട്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നു, ആ പാട്ട് പാടി. അത് കുഴപ്പമില്ലാതെ അലമ്പായി വിജയനായിട്ടുള്ള ബന്ധം വേഗം സിനിമയുടെ ലൊക്കേഷൻസിൽ കണ്ടതിന് ശേഷം പലപ്പോഴും അദ്ദേഹം സിനിമ ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഡയറക്ടറായി എന്നുള്ളൊരു മൂന്ന് സൈഡിൽ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ സിനിമയ്ക്ക് അഭിനയിക്കാൻ വിളിച്ചപ്പോൾ പോകാനും പറ്റിയില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നൊന്നും പറയുന്നതല്ല, ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിച്ചാൽ പിന്നെ എല്ലാ സിനിമയിലും ഉണ്ടാവും. അതുകൊണ്ട് അടുത്ത സിനിമയിൽ വിളിച്ചാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞോളാം. ജോണി ആന്റണി കൊടുക്കണം. താങ്ക് യു ആൻഡ് ഐ വിഷ് the entire musical team. It was a fantastic tribute, and plus all these artists, എല്ലാവരെയും കാണുന്നത് വളരെ സന്തോഷമുണ്ട്. സീംസ് ടു ബി നല്ല പറഞ്ഞ ഞാൻ പറഞ്ഞ പ്രിയനങ്ങളുടെ ടച്ച് എന്ന് പറഞ്ഞ പോലെ ആ ഒരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ടത്. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്, entire East Coast team and the actors, technicians, musicians, you. Thank you so much. God bless you all. Thank you. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നപ്പോൾ ലേറ്റായി. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. മറ്റേ വന്ദേ ഭാരതിൽ വന്നിറങ്ങി ഇവിടെ എത്തിയപ്പോൾ താമസിച്ചു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ബാക്കി പാട്ട് കാണാൻ പറ്റില്ല. ഈ പാട്ട് കണ്ടു വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ഇതിന് അടുത്ത പാട്ട് തുടങ്ങി. നല്ല പരിപാടി. ഉണ്ണികൃഷ്ണൻ നന്നായ രീതിയിൽ പാട്ട്, നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ വിജയായിട്ടും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എത്രയോ കൊല്ലമായിട്ടുള്ളത്. എനിക്കൊന്നൊരു 30-35 കൊല്ലത്തെ പഴക്കമുണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധം. അദ്ദേഹം 20 വർഷങ്ങളായിട്ട് സംഗീത രംഗത്തും സിനിമാ രംഗത്തും നിൽക്കുന്ന ആളാണ് വിജയേട്ടൻ. അദ്ദേഹം ഇപ്പോൾ 4-5 സിനിമയായി സംവിധാനം ചെയ്യുന്നു. ഭീഷ്മർ എന്ന ആ പേര് പോലെ തന്നെ ശക്തവും ആയ ഒരു സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇതിന്റെ സോങ്ങൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. 6:30 മണിക്ക് തന്നെ എത്തണമെന്ന് വിചാരിച്ചതാണ്. സുരേഷ് ചേട്ടൻ്റെ ആക്ഷനും വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയത്. എന്തായാലും സാധാരണ വിജയേട്ട സിനിമയുടെ എല്ലാ സിനിമകളും അതിലെ പാട്ടുകളൊക്കെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നു. അപ്പൊ അതിനേക്കാളും വ്യത്യസ്തമായി അതിൽ അഭിനയിക്കുന്നവരെ കൊണ്ട് പാടിപ്പിച്ചുകൊണ്ട് ഒരു നല്ല സിനിമ. ഈ അടുത്ത കാലങ്ങളായിട്ട് സിനിമാ തിയേറ്ററിലൊക്കെ കളക്ഷൻ തീരെ മോശമാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിനിമയെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്.